മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടി ഹെയർ സ്പാ ഒക്കെ ചെയ്യണ ആവശ്യമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടി വെറും ഒരു പഴം കൊണ്ട് സാധിക്കും. മുടി നല്ലപോലെ വളരാൻ സ്ട്രൈറ്റനിങ് ചെയ്ത പോലെ നിങ്ങളുടെ മുടിയെ നിർത്താനും സാധിക്കുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പഴം എടുത്തോണ്ട് പോവാ, നമുക്ക് ആ ഒരു സംഭവം തയ്യാറാക്കാം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ ഇന്ന് പല ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരാണ്. സ്പാ, ഹെയർ സ്ട്രൈറ്റനിങ്, കരാറ്റിൻ ട്രീറ്റ്മെന്റ്, ഹെയർ സ്മൂത്തനിങ്, അങ്ങനെ എക്സെട്ര. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ പഴം കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ മുടിക്ക് സൗന്ദര്യം കൂട്ടാനും മുടിയുടെ വളർച്ചയ്ക്കും സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. ആ ഒരു കാര്യം എന്താണെന്നും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പല മാർഗങ്ങളും ചെയ്യാറുണ്ടോ? പലരും പല ട്രീറ്റ്മെന്റ് ചെയ്തും മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ട് നോക്കാറുണ്ട്. പലരും ഇപ്പം വെച്ച് പിടിപ്പിക്കാറുണ്ട് മുടികളൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറലായിട്ട് തന്നെ വേര്, അതായത് മുടിയുടെ റൂട്ടിൽ നിന്ന് തന്നെ വെറും 1 മാസം കൊണ്ട് തന്നെ മുടി വളർത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരു കുറച്ച് പഴക്കം ചെന്ന പഴം വേണം. പഴക്കം ചെല്ലും തോറും അതിൻ്റെ ഗുണം ഇരട്ടിയാകും. വളരെയധികം നല്ലതാണ് നമ്മുടെ മുടിക്ക് പഴം കൊണ്ട്. സ്കിന്നിനാണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് പഴം കൊണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റോബസ്റ്റ പഴമാണ്. ഒരു ദിവസം പഴക്കം ചെന്നതാണ്, അതായത് പഴകി ഒരു ചീത്തയായിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ ഈയിടയ്ക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മുടിക്ക് ചേഞ്ചസ് കിട്ടി. കാരണം മുടി നല്ല പോലെ പൊഴിയുന്നുണ്ടായിരുന്നു. പിടിച്ചു നിർത്തി ഈ ഒരു മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം. കൂടാതെ തന്നെ മുടി ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് കിട്ടി. കാരണം നമ്മൾ വിലപിടിപ്പുള്ള സ്മൂത്തനിങ് ക്രീമൊക്കെ ഉപയോഗിച്ച് മുടി ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം മുടിക്ക് ഭയങ്കരമായ ഡാമേജ് ഒക്കെ ഉണ്ടാവും. ഇപ്പം പല ട്രീറ്റ്മെൻറ്റും ചെയ്യും, അതായത് പല നമ്മളിപ്പം സലൂണിൽ ചെയ്തിട്ട് മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പല ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് മുന്നോട്ട് ചെല്ലും തോറും ചില ദോഷങ്ങൾ മുടിക്ക് വരും. വരാതെ മുടി നമുക്ക് നല്ല പോലെ റൂട്ടിൽ നിന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് ഈ പഴത്തിൽ നിന്ന് സാധിക്കും. പഴം നല്ല പോലെ പഴകിയിട്ടുണ്ട്, കണ്ടോ? ആ ഒരു തൊലി തൊടുമ്പോൾ തന്നെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട് പഴം. ഇത് കണ്ടോ? ഈ ഒരു പഴമാണ് നമുക്ക് വേണ്ടത്. ഇതെന്തായാലും ഞാൻ തൊലി കളഞ്ഞിട്ട് വരട്ടെ. പഴം നമുക്ക് കൈകൾ കൊണ്ട് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കാം. അതായത് നല്ല പോലെ അങ്ങ് ഉടച്ചെടുക്കാം. ഉടച്ചെന്നല്ലേ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണ്? അതായത് എല്ലാം ഒന്ന് ജ്യൂസി ആക്കി എടുക്കാം. ഓക്കെ, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഞാൻ ചില പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉടയ്ക്കുക. നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. എന്തിനാ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ജാട കാണിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ വയ്ക്കും ഇംഗ്ലീഷ് പറയാത്തതുകൊണ്ട് എനിക്ക് പഠിപ്പില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ആവശ്യത്തിനുള്ള പഠിപ്പൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ മേഖല ബ്യൂട്ടീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടീഷ്യൻ കൂടാതെ തന്നെ ഫാഷൻ ഡിസൈനർ കൂടാണ്. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഇതിൽ കണ്ടിട്ട് നിങ്ങൾ ഫാഷൻ ഡിസൈനറായിട്ട് മോഡൽ ഡ്രസ്സൊന്നും ഇടത്ത് എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ എന്തിന് കൂടുതൽ മോഡേണായിട്ട് നടക്കണം? നമുക്ക് മറ്റുള്ളവരെ അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മേടിച്ച് കൂട്ടുന്ന ഒരാളാണ്. പലരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, തൈക്ക് ഈ 2 ഷാളേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അധികം പൈസ തുണികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല. ആവശ്യത്തിനുള്ള തുണികൾ മേടിക്കും. അത് മാത്രമല്ല കൂടുതലൊന്നും ഞാൻ അതും ഒരു ബഡ്ജറ്റുണ്ട്. അതായത് 1000 രൂപയിൽ കൂടുതൽ വരെയുള്ള തുണികളൊന്നും ഞാൻ ഇന്നുവരെ മേടിച്ചിട്ടില്ല. കുറഞ്ഞത് ഒരു 500 രൂപ, അതിൽ മുന്നോട്ട് എൻ്റെ പോയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്. തുണിക്ക് വേണ്ടി ഞാൻ പണം മുടക്കത്തില്ല. പിന്നെ നമ്മുടെ പഴം അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് അലോവേറ ജെല്ല്. മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും മുടിക്കുണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജ് പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമാണ് നമ്മുടെ അലോവേറ ജെല്ലിൽ നിന്ന്. 1 ടേബിൾ സ്പൂണാണ് അലോവേറ ജെല്ല് ചേർക്കേണ്ടത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അലോവേറ ജെല്ല് ചേർക്കാം. അങ്ങനെ അലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കാം. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. എന്തെങ്കിലും മുടിയിൽ വിറ്റാമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനൊക്കെ വിറ്റാമിൻ ഇ ക്യാപ്സൂളിൽ നിന്ന് സാധിക്കും. അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും ചേർത്ത് അതിനുശേഷം ഇത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കാം. ഈ ഒരു രീതിയുണ്ട്, ഈ ഒരു രീതിയിൽ കിട്ടും. അതായത് ഇനി എന്തെങ്കിലും ഉടയാനുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് ആക്കി കൊടുത്താൽ മതി. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട. കാരണം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അത് നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നല്ല അളിഞ്ഞ പഴമാണെങ്കിൽ, അതായത് ചീത്തയായ പഴമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ?
നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈകൾ കൊണ്ട് ഇങ്ങനെ താഴോട്ട്, അതായത് നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ പശുവിൻ്റെ പാലൊക്കെ പിടിക്കാറില്ല, അതേപോലെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുടി സ്മൂത്ത് ആവാനും നല്ലപോലെ സ്ട്രേറ്റ് ആവാനും ഒക്കെ സാധിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്, കിടിലനാണ്. ഇത് തേച്ചതിന് ശേഷം ഒരു 10-12 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി വാഷ് ചെയ്താൽ മതി. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്. സാധാരണ ശുദ്ധ വെള്ളത്തിൽ കഴുകി നോക്ക്, മുടിക്ക് നല്ല ചേഞ്ചസ് ഉറപ്പായിട്ടും കിട്ടും. ചെയ്തിട്ട് റിസൾട്ട് പറയണേ കേട്ടോ. ഇവിടെ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. 100% ആണ് റിസൾട്ട്. എന്തായാലും വന്ന് പറയണേ കേട്ടോ. എല്ലാവരും സംഭവം തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്ക്, 100% ആണ് റിസൾട്ട്. എന്നാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.